ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ ഒരു പുതിയ വീഡിയോ ഈ ഒരു വീഡിയോയും വാട്ട് ഇഫിനെ പറ്റിയാണ്. ഞാൻ ഉടനെ തന്നെ നമ്മുടെ ആക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. റിവ്യൂ ആണ് അതിനെ പറ്റി. പക്ഷെ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഞാനന്ന് കുറച്ചധികം സ്ഥലത്ത് പോയിട്ട് വളരെ ടയേർഡായിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ കണ്ടതാണ് എപ്പിസോഡ്. എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതി കുത്തി വരച്ചിട്ടൊക്കെ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. What if Season 2, Episode 2? What if Peter Quill attacked Earth's mightiest heroes? ഈ എർത്ത്സ് മൈറ്റിയസ്റ്റ് ഹീറോസ് എന്ന് പറയുന്നത് ആരെയാണ്? അവെഞ്ചേഴ്സിനെയാണ്. ഓക്കെ, അപ്പോൾ അവെഞ്ചേഴ്സ് എങ്ങനെയെങ്കിലും ഇതുവരെ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ ഒരു കഥ നടക്കുന്നത് 1988 അതായത് 80s കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഏകദേശം 50 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് ക്യാപ്റ്റൻ അമേരിക്കയുടെ മരണം കഴിഞ്ഞിട്ട് 50 വർഷത്തിന് ശേഷം. ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവെഞ്ചർ നടക്കുന്നത് അതിന് മുന്നാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ 50 വർഷം ശേഷമാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ പീറ്റർ ക്വിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റാർ ലോർഡ് തൻ്റെ അച്ഛൻ ഒരു ഈഗോ പ്ലാനറ്റ് ആയിരുന്നു, ഒരു സെലസ്റ്റൽ ബീയിങ് ആണ്, ഒരു മോട്ടൽ രൂപത്തിലാണ് വന്നിട്ട്. പുള്ളിക്കാരൻ്റെ കഥ അറിയാം. നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ അതും പിന്നെ ഫസ്റ്റ് പാർട്ടും കണ്ടവർക്ക് ഈ ഒരു കഥ വളരെയധികം കണക്റ്റ് ആവും. അല്ലാണ്ട് അതും കാണാണ്ട് ഇതും കാണാണ്ട് നിങ്ങൾ വന്ന് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സീരീസ് കാണുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആൻഡ് ഇത് വളരെ ക്രൂഷ്യൽ പോയിൻ്റാണ്. കാരണം ഈഗോ എന്താണ്, പീറ്റർ ക്വിൽ എന്താണ്, ദ OG അവെഞ്ചേഴ്സ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ മൂവി കാണണം. അതാണ് മസ്റ്റ് വാച്ച്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ നമ്മൾ കാണുന്നത് പീറ്റർ ക്വിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ എർത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് ഡിറ്റക്റ്റ് ചെയ്ത നമ്മുടെ US എയർഫോഴ്സ്, അതായത് ആ ഭാഗത്തിരുന്ന അവെഞ്ചേഴ്സിൻ്റെ ഷീൽഡിൽ മെയിൻ ഒരു ലീഡറായിട്ട് നിൽക്കുന്നത് പെഗി കാർട്ടറാണ്. പെഗി കാർട്ടർ എന്നൊക്കെ അറിയാം, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ലവ് ഇൻട്രസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരിയാണ് ഇപ്പോൾ നോക്കുന്നത്. പുള്ളിക്കാരിയും പിന്നെ ഹോവാർഡ് സ്റ്റാർക്കും, നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ അച്ഛൻ. ടോണി സ്റ്റാർക്കിൻ്റെ പല റെഫറൻസും ത്രൂ ഔട്ട് ദ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് സൺ ആൻഡ് ഡാഡ്, ആ രീതിയിൽ മാത്രമാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇവരെല്ലാം ഈ ഒരു പോഡിലാണ് നമ്മുടെ പീറ്റർ ക്വിൽ എർത്തിൽ കയറി ഇറങ്ങി വരുന്നത്. ബട്ട് അതിന് മുന്നേ നമ്മുടെ വാച്ചറുടെ ഒരു പർട്ടിക്കുലർ സീനുണ്ട് ഇതിൽ. അത് ഞാൻ പറയണം. കാരണം ഈ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കഥ, യോണ്ടു എങ്ങനെയാണ് നമ്മുടെ പീറ്റർ ക്വില്ലിനെ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഈ ഈഗോന് കൊണ്ടുകൊടുക്കാൻ. മൂവീസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈഗോയ്ക്ക് കൊണ്ടു കൊടുക്കുന്നതിന് പകരം പുള്ളിക്കാരൻ നല്ല എടുത്ത് വളർത്തുകയാണ് യോണ്ടു. എന്നിട്ട് ഒരു സ്റ്റാർ ലോഡ് രൂപത്തിൽ റാവഞ്ചറാക്കി മാറ്റി സ്റ്റാർ ലോഡിനെ. ബട്ട് ഈ ഒരു കേസിൽ നടന്നിട്ടില്ല. ഇത് നടക്കാതിരുന്നത് കൊണ്ട് തന്നെ യോണ്ടു ഈഗോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുട്ടീനെ, അതായത് നമ്മുടെ സ്റ്റാർ ലോഡ് അല്ലെങ്കിൽ ക്വില്ലിനെ എടുത്ത് തൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു യോണ്ടു. അപ്പോൾ ഓബ്വിയസ്ലി എന്ത് സംഭവിക്കും? സെലസ്റ്റിയൽ ബീയിങ് ആയ ഈ ഒരു അച്ഛൻ തൻ്റെ മകനെ ഉപയോഗിച്ച് തൻ്റെ ഒരു വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, എക്സ്പാൻഷൻ. അതായത് ഓരോ സീഡ്ലിങ് കൊണ്ടുപോയിട്ട് ഓരോ പ്ലാനറ്റ്സ് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അവിടെ തന്നെ അതും അങ്ങനെ കണക്റ്റ് ആക്കുക ഒരു പ്ലാൻ ഉണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു പ്ലാനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തെണ്ടിത്തരം ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ, അത് വേറെ കാര്യം. അങ്ങനെയാണ് നമ്മുടെ പീറ്റർ ക്വില്ലിൻ്റെ അമ്മേനെ പരിചയപ്പെടുന്നതും ഇവനുണ്ടായതും അങ്ങനെയൊക്കെ ആയിട്ട്. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അത് പറയുന്നത് നമ്മുടെ എപ്പിസോഡിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ തീരില്ല. അപ്പോൾ അതിനെല്ലാം കഴിഞ്ഞിട്ട് തന്നെ നമ്മളിതിൽ പോകുമ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു ചെക്കനെ ഫൈറ്റ് ചെയ്യണമെന്നൊരു, കാരണം ഒരു ഗ്ലോബൽ ത്രെട്ടായിട്ട് മാറും ഈ ഒരു ചെക്കൻ. കാരണം ഇവൻ വന്നിട്ട് ഇവൻ്റെ അച്ഛൻ്റെ ബ്രെയിൻ വാഷിങ് കാരണം ഭൂമി നശിപ്പിക്കണം, നമുക്കത് സ്വന്തമാക്കണം എന്നൊക്കെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് വരുന്ന കാരണം തന്നെ നമ്മൾ എന്ത് ചെയ്യും? പീറ്റർ ക്വിൽ ഓബ്വിയസ്ലി എന്ത് കണ്ടാലും നശിപ്പിക്കും. അങ്ങനെ നശിപ്പിച്ച് ഉള്ളിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിത്തം പുറത്തെടുക്കാനുള്ള അവൻ കോണി ഐലൻഡിൽ ചെല്ലും. കോണി ഐലൻഡിൽ ചെല്ലുന്നതിന് മുന്നാണ് ഇവരെല്ലാവരും കൂടി അവെഞ്ചേഴ്സിൻ്റെ ടീമപ്പ് ഫോം ചെയ്യാൻ ശ്രമിക്കുക. അത് പെഗി കാർട്ടറാണ് സ്റ്റാർക്കിനോട് പറയണത്. അപ്പോൾ സ്റ്റാർക്ക് പറയും, ഞാൻ വിളിച്ചാൽ വരുന്നില്ല. അതിലാദ്യം വിളിക്കുന്നത് ആരെന്ന് അറിയും? ഹാങ് പിമ്മിനെയാണ് ഇതിലാദ്യം വിളിക്കുന്നത്, കോൾ പോകുന്നത്. ബട്ട് ഹാങ് പിമ്മും സ്റ്റാർക്കും അത്ര നല്ല ഒരു റിലേഷനിലല്ലാത്തത് കൊണ്ട് തന്നെ അവർ തമ്മിലൊരു ഒരസലുണ്ട്. അതായത് അത്ര നോട്ട് ലൈക്ക് എ ഗ്രേറ്റ് ബെസ്റ്റീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ആദ്യം കുറച്ച് ഉടക്കിയിട്ടൊക്കെ സംസാരിക്കുക, പലപ്പോഴും ഒരിത്തിരി താങ്ങിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് രണ്ടാമത് ഇവർ അവരുടെ മെയിൻ പെഗസസിലേക്ക് വരികയും, പെഗസസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, ഷീൽഡിൽ തന്നെ ഒരു
ഈ പെഗസസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ സ്ഥലം എന്ന്. അത് ഞാൻ വഴിയെ പറയാം. രണ്ടാമത് വിളിക്കുന്ന ആളാണ് നമ്മുടെ സ്വന്തം ഫോസ്റ്റർ. ഫോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹാങ്ക് പിമിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. പുള്ളിക്കാരനും ഈ ഒരു ആൻഡ്മാൻ സൂട്ട് ഉണ്ടായിട്ട് ബ്ലൂ സൂട്ടാണ്, അത് കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ആൻഡ്മാൻ 2 മൂവിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വരുന്ന ആളാണ് കിങ് ടച്ചാക്ക. കിങ് ടച്ചാക്കേൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു ചെറിയൊരു സ്ക്രീൻ ടൈം ഉണ്ട് ഇതിൽ. ആ ചെറിയ സ്ക്രീൻ ടൈം അത് ഞാൻ ഈ പറയുന്ന വെച്ചാൽ ഒരു എൻട്രി ലെവലാണ് കേട്ടോ. എൻട്രി ലെവൽ സ്ക്രീൻ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വൈബ്രേനിയം എങ്ങനെ ഇവിടെ കിട്ടി, അതായത് നമ്മുടെ സ്റ്റാർക്കിൻ്റെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞൊരു റീസൺ പലപ്പോഴും പല ആൾക്കാരായിട്ടും കുത്തി മറഞ്ഞ് ആലോചിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ ഈ ഒരു പ്രൊഡിക്ഷൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എർത്തിൽ ഈ ഒരു വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് എലമെൻറ്റ് എങ്ങനെയാണ് വന്നതിൻ്റെ കഥ ഇതിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, കാരണം അതായിരിക്കും കൂടുതൽ ഭേദം. നാലാമത് വരുന്നതാണ് വിൻ്റർ സോൾജർ. വിൻ്റർ സോൾജറിൻ്റെ റോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ക്രൂഷ്യലാണ്, എല്ലാത്തിനും ക്രൂഷ്യലാണ്. ബട്ട് വിൻ്റർ സോൾജറിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സീൻ മാസ് മരിക സീൻ ാണ്. വെൻഡി ലോസനാണ് 5ാമത്തെ മെമ്പർ. വെൻഡി ലോസൻ ആരെന്നറിയാം, നമുക്ക് ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പുള്ളിക്കാരുടെ ഒരു ടീച്ചറാണ്. ടീച്ചർ ക്യാപ്റ്റൻ ആ രീതിയിൽ വേണമെങ്കിൽ പറയാം. കറക്റ്റ് റെഫറൻസ് എനിക്ക് ഓർമ്മയില്ല. ബട്ട് വെൻഡി ലോസൻ്റെ പിക്ചർ ഞാൻ കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ വെൻഡി ലോസൻ ഇതേ സമയത്ത് ടെസറാക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പെഗസസ് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക്, മാറൽ ഫാൻസിന് അറിയായിരിക്കും ഈ ഒരു ഡീറ്റെയിൽ. പരമാവധി ഈ ഒരു സീരീസ് എപ്പിസോഡ് കണ്ടിട്ട് വേണം ഇതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ പറയുന്നതാണ്. അത് 6ാമത് വരുന്നതാണ് ഈ ഒരു ത്രൂ ഔട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ. ട്രെയിലറിൽ ഞാൻ കണ്ടിരുന്നു, പക്ഷേ എനിക്ക് പെട്ടെന്ന് അതൊരു കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് 6ാമത് വരുന്ന ആളാണ് തോർ ഓഡിൻസൺ. തോർ ഇതിൽ കയറി വരും ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഈ ഒരു എൻട്രി ലെവൽ ഇതാണ് ശരിക്കും മാറൽ ഫാൻസ് ഒരു മൂവി ലെവലിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, ആനിമേറ്റഡ് സീരീസിലല്ല. കാരണം ഈ ഒരു എപ്പിസോഡിൽ കണ്ട തോറാണ് നമുക്ക് ശരിക്കും എല്ലാവർക്കും ഇഷ്ടം. ഒരു സീരിയസ്നെസ്സും ഒരു ഗ്രത്തും ഒരു തരം സ്ട്രോങ് മാൻലിനെസ്സും എല്ലാം കൂടി റിവെഞ്ച് മൂഡിൽ വരുന്ന തോറാണ്. കാരണം ഈ ചെക്കൻ അവിടെ പോയിട്ട് 9 റെലംസ് ഉണ്ടല്ലോ, തോറിൻ്റെ ആസ്ഗാർഡ് നശിപ്പിച്ചു, ബാക്കിയെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ എർത്തിലേക്ക് വന്നപ്പോൾ തോറും കൂടി വന്നു ഇവനെ കൊല്ലാൻ. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു ടീമപ്പായിട്ട് ഇവർ പ്ലാൻ ചെയ്യുകയും ഇവരെങ്ങനെ തടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം പോകും. ലാസ്റ്റ് ഒരു കോണി ഐലൻഡിൽ ചെന്നിട്ട് ഈ ചെക്കനെ കുറേ ഒരു ബാറ്റിലായി ശ്രമിക്കും. എന്നിട്ട് അതിൽ ഇവനെ ഒരു എന്താ പറയുക, തോർ ഓഡിയൻസ് വന്നിട്ടാണ് മൈക്ക് കിടത്തിയിട്ട് കൊണ്ടുപോകും, കണ്ടെയ്ൻമെൻറ്റിൽ ഫീൽഡിൽ കൊണ്ടുപോകുന്നിട്ട് പെഗസസിൽ കൊണ്ടുപോയിട്ട് പ്രിസണിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഹോപ്പ് ആരാന്നറിയാമല്ലോ എല്ലാവർക്കും. ഹോപ്പാണ് നമ്മുടെ ഹാങ്ക് പിമിൻ്റെ ഡോട്ടർ, അതായത് നമ്മുടെ വാസ്പാണ് ഇതിലൊരു ചെറിയ കുട്ടിയാണ് വാസ്പ് അതിൽ ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡിൽ. ആൻഡ് വാസ്പും ഈ ഒരു ചെറിയൊരു റോളാണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വാസ്പും നമ്മുടെ പീറ്റർ ക്വില്ലും നമ്മളൊരു ചെറിയൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. തൻ്റെ അമ്മേനെ പറ്റിയും മ്യൂസിക്കിനെ പറ്റിയും എന്തിനാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൺവെർസേഷൻ ഉണ്ട്. അതും ഒരു ടേണിംഗ് പോയിൻ്റാണ്, ട്വിസ്റ്റ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ട്വിസ്റ്റിൻ്റെ ഇടയിൽ കുറേ പേർക്ക് ഡൗട്ടാവും. ഈ ഹോപ്പ് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇവനെ രക്ഷിക്കാൻ പോകും. രക്ഷിച്ചിട്ട് ഇവനെ മിസൂറിക്ക് കയറ്റി വിടും. അതായത് മിസൂറി ആയിരുന്നു ഇവൻ്റെ അമ്മയുടെ വീട്. ഇവനെ അവിടെ നിന്നാണ് അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോയത് യോണ്ടു, അറിയുന്നവർക്കറിയാം. അപ്പോൾ മിസൂറിയിൽ ഇവൻ്റെ അമ്മയുടെ ഗ്രേവ് കാണാൻ പോകുവാൻ, അമ്മ മരിച്ചുല്ലോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഇവൻ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛനാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ ഈ ഒരു ഭാഗത്തും നമ്മൾ ടോണി സ്റ്റാർക്കിൻ്റെ റെഫറൻസ് ഉണ്ട്, ഹവർഡിൻ്റെ ഭാഗം, അത് അടിപൊളിയാണ്. അപ്പോൾ അത് മിസ് ഔട്ട് ചെയ്യരുത്. അപ്പോൾ ഇവർ തമ്മിൽ അവഞ്ചേഴ്സ് തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ. ഇവന് എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത് ആൾക്കാർ ഇവനെ പറയുന്നത് സ്റ്റഡി ചെയ്യാം നമുക്കിവനെ. ഒരു ഭാഗത്താണെങ്കിൽ ആൾക്കാർ പറയുന്നത് ഇവനെ എന്തായാലും നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം, ഹെൽപ്പ് ചെയ്യാം. ബട്ട് ഒരു സൈഡ് നമ്മുടെ ബക്കി ബാൺസ് പറയുന്നു, ഇല്ല, ഇവനെ കൊല്ലാമെന്ന്. ആദ്യമായിട്ടാണ് ബക്കി ബാൺസ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവനൊന്ന് സംസാരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞ് തന്നെ ആൾക്കാർ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ അത്രമാത്രം ഡെഡ്ലിയാണ് വിൻ്റർ സോൾജർ ഈ ഒരു പർട്ടിക്കുലർ എപ്പിസോഡിൽ. അപ്പോൾ അത് എന്തായാലും ഒന്ന് നോട്ട് ചെയ്യാം. ആൻഡ് ടുവേർഡ്സ് കണക്ട് ചെയ്ത് പോകുന്ന തോറും നമ്മളെല്ലാവരും ഒരു തീരുമാനത്തിലാണ് നമ്മൾ എല്ലാവരല്ല, ചെറിയ ഭാഗത്ത് മിക്ക ആൾക്കാരും എത്താണ് ഹെൽപ്പ് ചെയ്യാമെന്ന്. കാരണം ഒരു കുട്ടിയാണല്ലോ, ഓബ്വിയസ്ലി അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഒരു പെട്ടെന്ന് ഇവരിങ്ങനെ ഹെൽപ്പ് ചെയ്ത് പോകുമെന്ന് പറയുമ്പോൾ ഹോവാർഡ് സ്റ്റാർക്കും പെഗി കാർട്ടനും ഒരു തരം സിഗ്നൽ കിട്ടും, വേറൊരു സെലസ്റ്റിയൽ ബീയിങ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ ഈഗോ പ്ലാനറ്റിൽ എർത്തിൽ കയറി വന്നു. കാരണം എന്തുകൊണ്ടാണ്? ഒന്ന്, ഇവൻ്റെ
പീറ്റർ ക്വില്ലായിട്ട് ഇവനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞ ഇവർ രണ്ട് കണക്റ്റഡാണ് ഒരുമിച്ച്. അപ്പോൾ ആ ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റാത്ത ഡൗട്ടായി. സെക്കൻഡ്, ഈ സീഡ്ലിങ് നമ്മുടെ പീറ്റർ ക്വില്ലിൻ്റെ അകത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നീ ഇവിടെ കൊണ്ട് വെച്ചിട്ട് അല്ലല്ല അങ്ങനെയല്ല, നമ്മുടെ ഓൾറെഡി ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസോറിക്ക് അടുത്ത് തന്നെ ഇവൻ്റെ അമ്മേനെ എവിടെയോ ഒരു ഡേറ്റ് ചെയ്യാനൊരു കൊണ്ടുപോയി സ്ഥലത്തുണ്ടായിരുന്നു, അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തോറിന് കിട്ടുകയും അത് ഒരുതരം കണ്ടെയ്നറിലാക്കി കൊണ്ടുവരുന്നുണ്ട് മറ്റേ പെൻറ്റ് ഹൗസിൽ. അങ്ങനത്തെ ഒരു സീനുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലാണ്ട് പീറ്റർ ക്വില്ല് കൊണ്ടുവന്നല്ല, അതെനിക്ക് തെറ്റ് പറ്റിയതാണ്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും എന്നിട്ട് ആകെ പേടിച്ചു പോകും, എന്താ ചെയ്യുക. അപ്പോൾ നമ്മുടെ കിങ് ടച്ചാക്കയുടെ വക ഒരു പ്രോവർബ് ഉണ്ട്, ഏൻഷ്യൻ്റ് പ്രോവർബ്. നിങ്ങൾക്കിപ്പോൾ ഒരാളെ തല്ലുകൂടാൻ പറ്റിയില്ലെങ്കിൽ അവരെ പരസ്പരം തല്ലു പിടിപ്പിക്കുക. അതായത് അച്ഛനും മോനും കൂടി തല്ല് പിടിച്ചിട്ട് ആരെ ജയിക്കാൻ നോക്കാം. അങ്ങനെ ഒരു ചാൻസ് എടുക്കുകയാണ്, റിസ്ക് എടുത്തിട്ട് ലാസ്റ്റ് പീറ്റർ ക്വില്ലിനെ കൺവിൻസ് ചെയ്തിട്ട് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് നിൻ്റെ അമ്മയുടെ വീടല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടൊക്കെ പറഞ്ഞ് സെറ്റാക്കും. അങ്ങനെ ലാസ്റ്റ് പീറ്റർ ക്വില്ലും ഇവൻ്റെ അച്ഛനും കൊടുത്താൽ നല്ല അടിയാവും. അതിന് മുന്നേ ഈ അവെഞ്ചേഴ്സ് തമ്മിൽ നല്ലൊരു തല്ലുണ്ടാവും, ഈഗോയും അവെഞ്ചേഴ്സും തമ്മിൽ. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആയാലും കൊറിയോഗ്രാഫി ആയാലും ത്രില്ലറുടെ മാസ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ബട്ട് ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നത്, അതായത് ഈ പീറ്റർ ക്വില്ലിനെ നമ്മുടെ ഹാങ്ക് പിം കൺവിൻസ് ചെയ്യും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ വിൻ്റർ സോൾജർ വന്നിട്ട് ഒരു ഗൺ പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും ഈ പീറ്റർ ക്വില്ലിൻ്റെ മേലിൽ. ആ ഒരു പർട്ടിക്കുലർ സീൻ ആയിരുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ത്രില്ലിങ്. എനിക്ക് വല്ലാണ്ടൊരു ആൻഷ്യസ് ആയി, ഇനി ഈ ചെക്കൻ എങ്ങനെ ട്രിഗർ വലിക്കൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു മൾട്ടിവേഴ്സിൽ ഒരു ബ്രാഞ്ച് ഫോം ചെയ്തിട്ട് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ അത് വിചാരിച്ചു, ബട്ട് അങ്ങനെ നടന്നിട്ടില്ല ഇതിൽ. അതിൽ കാരണമായത് ഹോവാർഡ് സ്റ്റാർക്കും ക്യാപ്റ്റൻ അമേരിക്കയുമാണ്. യെസ്, ക്യാപ്റ്റൻ അമേരിക്കയുടെ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഹോവാർഡ് സ്റ്റാർക്ക് ഇതിൽ ജയിച്ചത്. കാരണം ഈ റഷ്യൻസ് ഓൾറെഡി ഇവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന അറിയാമല്ലോ. അങ്ങനെ ഒരു വയർലെസ് ട്രാൻസ്മിറ്റർ വെച്ചിട്ട് ഇവൻ പറയുകയാണ് ഞാൻ കൊല്ലണം, ആ ഒരു പീറ്റർ ക്വില്ലിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ബട്ട് ഹോവാർഡ് സ്റ്റാർക്ക് ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് തന്നെ ഹോവാർഡ് സ്റ്റാർക്ക് ആ ഒരു റേഡിയോ കോൺവെർസേഷൻ ഇൻറ്ററപ്റ്റ് ചെയ്യുകയും ബക്കി ബാർൺസിനോട് പറയുന്നത് ഞാൻ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അവൻ്റെ ഉള്ളിൽ നന്മയുണ്ട്, നമ്മളത് കണ്ട് മനസ്സിലാക്കി നമ്മളവനെ നല്ല നേർവഴിക്ക് കൊണ്ടുപോകണം. അപ്പോൾ പറയും എനിക്കെന്നെ അറിയില്ല, നീ എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരണം, ഞാൻ എൻ്റെ പണി നോക്കിക്കോളാം പറയും. അപ്പോൾ ഹോവാർഡ് പറയും ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടായിരുന്നെങ്കിൽ, സ്റ്റീവ് റോജേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നീ അവനൊരിക്കലും ചെയ്യില്ലായിരുന്നു ഇതൊന്നും. അപ്പോൾ ഒരു ട്രിഗർ വരികയും നമ്മുടെ ബക്കി ബാർൺസ് ഉള്ളിൻ്റെ ഉള്ളിൽ വിൻ്റർ സോൾജർ ആയിട്ട് കുറച്ചാൾ മാറി എന്നിട്ട് ഒരു മനുഷ്യനായിട്ടും ബക്കി ബാർൺസ് ആയിട്ട് ചിന്തിക്കുകയും അങ്ങനെ ആ ട്രിഗർ വലിക്കാണ്ട് പുൾ ഓഫ് ചെയ്യും. അങ്ങനെ അവിടെ ആ ഭാഗത്ത് അവർ രക്ഷപ്പെടും. എന്നിട്ട് ലാസ്റ്റ് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ട് ഈഗോയിനെ ഭയങ്കര എളുപ്പത്തിൽ ഈ ഭാഗമാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാണ്ടിരുന്നത്. ഇപ്പോൾ വിചാരിക്കുക ഞാൻ എൻ്റെ അച്ഛനെ പറ്റി തല്ലുകൂടണം, ഓബിയസ്ലി ആരെ ജയിക്കുക, അച്ഛനായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഒരു മോർട്ടൽ ആൾക്കാർ തല്ലുകൂടുമ്പോൾ അച്ഛന്മാർ ജയിക്കുള്ളൂ, അതങ്ങനെയാണ് സംഭവിക്കുക. ഇത് സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ആയിട്ടും കൂടിയും അച്ഛനെ തോൽപ്പിക്കാൻ പറ്റില്ല. അച്ഛനെ എളുപ്പത്തിൽ തോൽപ്പിച്ചു അവൻ. അത് ഭയങ്കര ക്ലീഷായിപ്പോയി, വളരെ ലേസി റൈറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അരമണിക്കൂറിൽ തന്നെ ഒരു ഒപ്പിക്കാൻ നോക്കിയതാണ്, അല്ലാണ്ട് ഒന്നുമില്ല. ഭയങ്കര എളുപ്പത്തിൽ ഈ ഈഗോനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ബട്ട് ഫുള്ളായിട്ട് കൊല്ലില്ല, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കൊന്നിട്ടുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം ഈഗോ ഒരു പ്ലാനറ്റാണ്, അല്ലാണ്ട് ഒരു ഹ്യൂമൻ ബീയിങ് അല്ല. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അതാണ് ലാസ്റ്റ് ഉണ്ടാകാൻ പോണത്. അവർ എല്ലാവരും ജയിച്ചു എന്നൊരു തോന്നൽ വരുമ്പോൾ തോറോഡൻസും പറയും നമ്മൾ ജയിച്ചിട്ടില്ല, നമുക്ക് ഇനിയും ഈഗോവിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം നമ്മൾ തോൽപ്പിച്ചിട്ടുള്ളൂ, അവൻ്റെ ഇനിയും കെടുക്കുന്നുണ്ട്, അവൻ നമുക്ക് എല്ലാവരും ഒരുമിച്ചിട്ട് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഒരു പാർട്ടി ടെലിൽ സംസാരിക്കും, ജയിച്ചുവിടും. അങ്ങനെ സംസാരിക്കും. അങ്ങനെ ഇവന് ഒറ്റയ്ക്ക് പോകാൻ നേരത്ത്, നമ്മുടെ തോറോഡൻസിന് ഒറ്റയ്ക്ക് പോകാൻ നേരത്ത് ഹോവാർഡ് സ്റ്റാർക്ക് അല്ലെങ്കിൽ വെൻഡി ലോസൺ ആരാണ്ട് പറയും നമ്മളിപ്പോൾ ഒരു ടീമായിട്ടല്ലേ നമുക്ക് വരേണ്ടത്, അപ്പോൾ നമുക്ക് ഞങ്ങളൊന്ന് വിളിച്ചുകൂടെ എന്ന്. അപ്പോൾ ഓഡിയൻസും പറയും എന്നാൽ വാ നിങ്ങൾ സൂട്ട് ഇട്ടോ നമുക്ക് പോകാമെന്ന്. അങ്ങനെയാണ് OG ലെവൽ അവെഞ്ചേഴ്സ് ഫോം ആവുന്നത്. അപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു 9 മെമ്പേഴ്സോളം എൻ്റെ അകത്തുണ്ട്. അപ്പോൾ തുടക്കം തൊട്ട് എങ്ങനെയായിരുന്നു, നമ്മുടെ പെഗി കാർട്ടർ, ഹോവാർഡ് സ്റ്റാർക്ക്, ഹാങ്ക് പിം, ഫ്രോസ്റ്റ്, ടച്ചാക്ക, വിൻ്റർ സോൾജർ, വെൻഡി ലോസൺ. പിന്നെ ഇതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്ത 2 ആൾക്കാരാണ്. ഒന്ന് ഹോപ്പിനെ കൂട്ടണ്ട, അത് ഭാവിയിലാവുന്നത്. 9ാമത്താണ് നമ്മുടെ പീറ്റർ ക്വില്ല്. അപ്പോൾ ഈ 9 ആൾക്കാരും കൂടി ഒരുമിച്ചാണ് നമ്മുടെ ഈഗോ എന്ന പ്ലാനറ്റിനെ നശിപ്പിക്കാൻ പോകുന്നത്. ആ ഒരു കഥ ചിലപ്പോൾ നമുക്ക് സീസൺ അവസാനിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. വീഡിയോസ് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക.